ആവർത്തിക്കാം. ആനി മസ്കരീൻ തിരുവനന്തപുരത്ത് നമ്മുടെ വെള്ളയമ്പലത്ത് അവരുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെയുള്ളത് ഏറ്റവും കൂടുതൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള എറണാകുളത്തുകാരിയായ ദാക്ഷായണി വേലായുധനാണ്. അന്ന് BA ലിറ്ററേച്ചർ മഹാരാജാസ് കോളേജിൽ നിന്ന് അന്നത്തെ കാലത്ത് BA ലിറ്ററേച്ചർ എടുത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 2 വർഷവും 18 മാസവും 11 ദിവസവും പങ്കെടുത്ത വനിത. 15 സ്ത്രീകളാണ് അതിനകത്ത് പങ്കെടുത്തത്. ഞാനിത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ടീച്ചറിനെയും നിങ്ങളെ HSSTയും മൊത്തമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് നമ്മളിൽ നിന്ന് മാത്രമേ ഈ ഉത്തരം വരുള്ളൂ. ആ ഉത്തരം ഒരാളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പിൻവാങ്ങുകയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒരാൾക്കെങ്കിലും ഇത് അറിയാമല്ലോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തെ 76 വർഷക്കാലമായി മുന്നോട്ട് നടക്കുന്നത്. ഈ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും കൊടുക്കുന്നതിനോടൊപ്പം ഓരോ വിഷയത്തിന് അകത്തും നിങ്ങൾ നൽകേണ്ട ഒരു വലിയ സന്ദേശമുണ്ട്. 8ഓളം വരുന്ന ആശയങ്ങൾ ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വലിയ ആശയം. ഈ ഭരണഘടന ഇന്ന് ഈ രാജ്യത്ത് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഈ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ഒരു മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു 4000 കിലോമീറ്ററുകൾ. ഈ തിരുവനന്തപുരത്തിന്റെ വീതികളിലൂടെ അദ്ദേഹം കടന്നുപോയി. നിങ്ങളുടെ പല സ്ഥലത്തൂടെയും ആ മനുഷ്യൻ കടന്നുപോയി. മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്ക് അദ്ദേഹം നടന്നുപോയി. അവിടെ നടന്നു പോകുമ്പോൾ 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര അവസാനിക്കുമ്പോൾ ആ മനുഷ്യൻ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, ഞാൻ സഞ്ചരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്ത് ഇതിൻ്റെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നൊരു വലിയ ആശയമുണ്ട്. ആ ആശയത്തിൽ അദ്ദേഹം മുറുകെ പിടിക്കുന്ന ഏറ്റവും വലിയ ആശയം ഈ ഭരണഘടനയുടെ ആശയമാണ്. ഇന്നലെ മാത്യു കുഴൽനാടൻ ഈ യോഗം നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തേ നിങ്ങൾ സംസാരിക്കാത്തതെന്നാണ്. എന്തേ വൈ കാണ്ട് യു ബിക്കം വിസിൽ ബ്ലോവേഴ്സ് എന്നാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരോട് ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമാകുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല? കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകർ എന്തുകൊണ്ട് നിശബ്ദരാക്കപ്പെടുന്നു? ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ. എനിക്കിത് നിങ്ങൾ സംരക്ഷിക്കാൻ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹയർ സെക്കൻഡറി മേഖലയിൽ ആകപ്പാടെ നമ്മൾ 10-28,000 പേരേ ഉള്ളൂ. അതും വിദ്യാഭ്യാസം, അതിൽ എയ്ഡഡ് മേഖല ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഗവൺമെന്റ് മേഖലയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12,000 പേര് ഇല്ലേ, അതിൽ കൂടുതൽ വരില്ല. ആ 12,000 പേര് വാങ്ങിക്കുന്ന ശമ്പളം എത്രയാ? ഈ കേരളത്തിലെ ഒരു നല്ല സാധാരണ സർക്കാർ ജീവനക്കാരൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ പകുതിയോളം നമ്മൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ, 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകർ ഇവിടെ ഉള്ളപ്പോൾ വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു നാണക്കേട് നമുക്ക് വേറെ ഇല്ല. എല്ലാ വർഷവും നടക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ പോകുന്ന ആ ടൂറുണ്ടല്ലോ, അതിൽ നമുക്ക് അത് സംഘടിപ്പിക്കുന്ന ആ സാറിൻ്റെ ഒരു സങ്കടത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. ആ സാറിൻ്റെ കൂടെ പോകാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ പെൺകുട്ടികളുള്ളത് കൊണ്ട് പെൺകുട്ടികളോടൊപ്പം പോകാൻ അധ്യാപികമാർ തയ്യാറാകാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയ അധ്യാപകന്മാർ എനിക്കറിയാം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുകാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ഞങ്ങൾ അങ്ങനെയല്ല അതൊന്നും പറയണ്ട. ഞാൻ നിങ്ങളെ അങ്ങനെയാണെന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭരണഘടന 2 വർഷക്കാലവും 18 മാസക്കാലവും 11 ദിവസവും കൊണ്ടുണ്ടാക്കിയപ്പോൾ അത് രാജ്യത്തിൻ്റെ സ്വപ്നമായിരുന്നു. ഇതൊരു പുസ്തകമല്ല. ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് വെറും ഒരു ആശയം, ഇതൊരു സ്വപ്നമാണ്, ഒരു വലിയ സമൂഹത്തിൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അത് തുടക്കി വെക്കാൻ കഴിയുന്ന അധ്യാപകർക്ക് മാത്രമേ ഉള്ളൂ. അത് തുടങ്ങി വെക്കാൻ എന്താണ് രാജേന്ദ്ര പ്രസാദും എന്താണ് BR അംബേദ്കറും തമ്മിലുള്ള വ്യത്യാസമെന്നും പോലും അറിയാത്ത രാഷ്ട്രതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്കിടയിലുണ്ട്. തുറന്നു പറയുകയാണ് ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ. ഞാനിത് പറയുമ്പോൾ വിചാരിക്കരുത് ഇയാൾ മാത്രം ഒരു പോലീസുകാരൻ, ഞങ്ങളൊക്കെ കള്ളന്മാർ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ഇൻട്രോസ്പെക്ഷന് വേണ്ടി പറയുകയാണ്. ഇന്നാണ് ഞാൻ പറഞ്ഞതുപോലെ ചിന്തകൾ പങ്കുവെക്കുകയാണ്. ശരിയുള്ളത് എടുത്തോളൂ, എല്ലാം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പറയാറില്ല ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പം ഞാൻ പറയുന്നതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഗുണനിലവാരം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയുണ്ടെങ്കിൽ ആ ഗുണനിലവാരം ശക്തിപ്പെട്ട അതിൻ്റെ ഗുണം കുട്ടികൾക്കാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. ഒരു ചോദ്യം കൂടി, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇത് പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ ചോദിച്ചു കുട്ടികളോട്, ഞാൻ ആൻഡമാനിൽ ഒരു 300ഓളം കുട്ടികളോട് സംസാരിക്കുകയാണ്. എൻ്റെ തന്നെ ബാൽമഞ്ചിൻ്റെ തിത്തലി യൂണിറ്റുകളും സ്കൂളിലെ പിള്ളേരൊന്നുമല്ല, ഞങ്ങൾക്കുള്ള വളരെ നിശബ്ദമായി ഒരു സൈലന്റ് റെവല്യൂഷൻ. രാഹുൽ ഗാന്ധിജിയുടെ വാക്കുകൾ, രാഹുൽജിയുടെ വാക്കുകൾ എടുത്ത് പറഞ്ഞാൽ, ഈ ഷുഡ് മേക്ക് എ സൈലന്റ് റെവല്യൂഷൻ ഇൻസൈഡ് പാർട്ടി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഈ ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം എനിക്കൊരു കപ്പ് ചായ നീട്ടി. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ആ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ചായ
ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഈ ഭരണഘടന ഉണ്ടാക്കി തന്ന നെഹ്റുവിൻ്റെ കൊച്ചുമോൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ചായ ഒരു ചെറിയ ചായയായി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കത്ര വലിപ്പമുണ്ടാവുമെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ എനിക്കത് വലിയ വലിപ്പമാണ്. അതിന് ഞാനൊരു ഫോട്ടോ എടുത്ത് ആ ചായയും അദ്ദേഹത്തിൻ്റെ കൈയും കൂടെ ചേർത്ത് എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാം. ഞാൻ ആ ചായ വാങ്ങിച്ച് കുടിച്ച് തീർക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം അത്ര ഒരു പ്രധാനപ്പെട്ട ചെറിയ ചില്ലറ ചായ അല്ല കിട്ടിയിട്ടുള്ള ചായ. നമ്മൾ ചായ കുടിക്ക് സാധാരണ ചായ കിട്ടും പോലെ. ഞാൻ അതിനകത്ത് ഒരു എക്സാജറേഷൻ പറയുന്നില്ല. എൻ്റെ ഉള്ളിലെ ആ ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സി വി നീഡ് ടു മേക്ക് എ ന്യൂ കൾച്ചർ. വൈ ഐ ടെൽ യു ദിസ് ഇസ് ബിക്കോസ് യു ആർ എ ടീച്ചർ. ഞാൻ അധ്യാപകനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ രാഷ്ട്രീയക്കാരന് മാത്രമല്ല ഒരു അധ്യാപകൻ കൂടിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്നെ ഈ ചുമതല ഏൽപ്പിച്ചത്. നോക്കൂ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കി കൊടുക്കാൻ ഈ ഭരണഘടനയെ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന നമ്മൾക്ക് മാത്രമാണ്. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, ഹൗ മെനി റിലീജിയൻസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? ഈ ചോദ്യം ഇന്നലെ ഞാൻ ചോദിച്ചു. 6 വരെ നമ്മൾ പോയി. 7 എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? കുറവായിരിക്കും. 8 എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? തീരെയില്ല. 9 ഇല്ല. 10. എന്നാൽ ഞാൻ 10 ഉറപ്പിക്കുക. 10 മതങ്ങൾ ഈ രാജ്യത്തുണ്ട്. 10 മതങ്ങൾ ഈ രാജ്യത്തിനുണ്ട്. നമ്മുടെ രാജ്യം പറയുന്നു ഇന്ത്യ ഈസ് സെക്യുലർ. ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഹിന്ദുവായി നിലകൊള്ളാനും ആ ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയായി മാറാനുമാണ്. ഒരാളും തടസ്സപ്പെടുത്തില്ല. നാളെ എനിക്ക് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാം. എന്നെ ആര് തടസ്സപ്പെടുത്താൻ? ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ലവ് ഇൻ ബുദ്ധിസമാണ്. നാളെ ഞാൻ ബുദ്ധനായിരിക്കാം, ബുദ്ധിസത്തിലേക്ക് മാറിയിക്കാം. ആര് തടസ്സപ്പെടുത്താൻ? ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗിവ് മീ ഓൾ ദ റൈറ്റ്സ്, പ്രൊവൈഡ് ഓൾ ദ റൈറ്റ്സ് ഫോർ മീ. പക്ഷേ പ്രശ്നം എന്താണ്? ഞാൻ നിങ്ങളോട് ആ മതങ്ങളുടെ പേര് കൂടി പറയാം. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ മതങ്ങളുടെ പേര് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹിന്ദുമതം ഓഫ് കോഴ്സ് 83%, ഇസ്ലാം കംസ് 2nd, ക്രിസ്ത്യാനിറ്റി കംസ് 3rd, സിഖ് കംസ് 4th, ജൈൻ, ബുദ്ധ 6 ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ട് കംസ് 7th? സൊറാസ്ട്രിയൻസ്. ഇനി നമ്മൾ കൊച്ചി ചെന്നാൽ ജൂയിഷ് സിനഗോഗ്, ജൂതന്മാർ 8. 9ാമത്തത് പാഴ്സി, ദ ലാസ്റ്റ് വൺ, നോട്ട് ദ ലീസ്റ്റ്. എനി ഐഡിയ? എനി ഐഡിയ? നോ. തിരുവനന്തപുരം, ഡൽഹി പോയിട്ട് എത്ര പേരുണ്ട് ഈ കൂടുതൽ? ഡൽഹി കാണാൻ പോയി എത്ര പേരുണ്ട്? 1, 2, 3. സ്വന്തം ജില്ല വിട്ട് പുറത്തു പോകാത്ത ആളുകളാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകർ എനിക്ക് തോന്നുന്നു. തിരുവനന്തപുരത്തിൻ്റെ രാജ്യ തലസ്ഥാനത്തേക്ക് പോലും പോയിട്ടില്ല. അനിൽ സാറേ, ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടി ഒരു ഡൽഹി ടൂർ വെച്ചാൽ അവിടെ താമസത്തിനുള്ള എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം. അതിന് ഒരു സംശയം വേണം. ഡൽഹിയിൽ സ്വന്തമായി ഓഫീസുള്ള ഒരാളാണ് ഞാൻ. ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഇന്ദിരാഭവനിൽ 3 മലയാളികൾക്കാണ് അവിടെ ഓഫീസുള്ളത്. ഒന്ന് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, പിന്നെ ഈ പാവപ്പെട്ട ഈ സാറിനും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി തന്നതാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആര് ഡൽഹി വന്നാലും നിങ്ങൾക്ക് എൻ്റെ ഓഫീസിൽ വരാം. അവിടെ നല്ല ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ക്യാൻറ്റീനാണ്. പുതിയ ഇതിനാണ് പറഞ്ഞത്. അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ചായയും കാപ്പിയും കുടിക്കാം. പക്ഷേ വരണം. വന്നാൽ ഡൽഹി കാണണം ഒരിക്കലെങ്കിലും. ഡൽഹി ഒരു ദിവസം കൊണ്ട് മാറും. ഞാൻ ഈ ചാലയിൽ പോകുന്നത് പോലെ എപ്പോഴും നമ്മുടെ കൂട്ടുകാർ തമാശയ്ക്ക് പറയും, എൻ്റെ ഇവിടെ ഒരു ജോലി നടത്തിയ അവർ ചാലയിൽ പോകുന്നത് പോലെയാണ് ഞാൻ ഡൽഹി പോകുന്നത് പറയും. കഴിഞ്ഞ 3 വർഷം 5 വർഷം അങ്ങനെയാണ്. എനിക്കിതിനോട് പറയാനുള്ളത് ഡൽഹി ഒന്ന് കാണണം നിങ്ങൾ. കാരണം ഈ രാജ്യ തലസ്ഥാനം കാണാതെ ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് LTC എന്നൊരു സാധനമുണ്ട്. വർഷത്തിൽ ഒരിക്കലേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലയളവിൽ ഒരിക്കലേ കിട്ടുള്ളൂ. അതെങ്കിലും ഒന്ന് എടുക്കണം. അതെടുത്ത് സഞ്ചരിക്കാൻ തയ്യാറാവണം. സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആ LTC എല്ലാ ചിലവും നോക്കിക്കൊള്ളുവർ. അതുകൊണ്ട് ഞാൻ വെറുതെ ഞാൻ പറയുന്നതല്ല. അനിൽ സാർ ഇപ്പോൾ വരുന്നുണ്ട്, അടുത്ത ആഴ്ച ഡൽഹി വരുന്നുണ്ട്. അനിൽ സാറിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആര് വന്നാലും, എത്ര പേർ വന്നാലും, നിങ്ങൾക്ക് ആവശ്യമായ അവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവും ഞാൻ ഉറക്കല്ലേ പറയുന്നത്. എല്ലാ ചെലവും അത് HSSTയുടെ നേതൃത്വത്തിലായിരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ HSSTയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ ഡൽഹി വരികയാണെങ്കിൽ അതിന് വേണ്ടുന്നുള്ള കാരണം HSSTയുടെ എന്തെല്ലാം പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കോവിഡിൻ്റെ കാലത്തുള്ള LMS നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും നിങ്ങൾ 90% പേരും അതിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, നിങ്ങൾ ഡൽഹിയിൽ വരണം. നിങ്ങൾക്ക് താമസവും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വേണ്ട. അവിടെ താമസിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ ഡൽഹി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു 10 മതങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ 10 മതങ്ങൾ ഏതൊക്കെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ ചോദിച്ചു, വിച്ച് ഈസ് ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് അവർ കൺട്രി? 90% of them said Hinduism. Shame on you. Shame on me.
ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ഹിന്ദു മതമാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എപ്പോൾ പറഞ്ഞുവോ ഒരു അധ്യാപകൻ അവിടെ തീരുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ ചോദിച്ചത്. India is the only country from 1947 onwards we said we are secular and the government doesn't have any religion എന്നാണ് എൻ്റെ വൈപ്പ് ആസ് പെർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, വിച്ച് ഈസ് ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് അവർ കൺട്രി? ദേ ടു സേ ഹിന്ദുയിസം. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം ഈ പ്രതിനിധി സമ്മേളനത്തിൽ എന്നെ കൂടി ക്ഷണിച്ചതിന്, ഇവിടെ വിളിച്ചതിന്. ഇപ്പം മാത്രമല്ല, തൃശ്ശൂരിലെയും യോഗത്തിൽ ഞാൻ വന്നിരുന്നു, അവിടെയും ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അനിൽ സാർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു നെഹ്റുവിയൻ ആശയങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, വുഡ്സ് ആർ ലവ്ലി, അല്ലേ, ഡീപ്പ് ആൻഡ് ഡാർക്ക്, മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിനിധി സമ്മേളനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ്റെ സംസ്ഥാന ചെയർമാനും AHSCയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായ പ്രിയപ്പെട്ട അരുൺകുമാർ സാറ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി അരുൺ സാറിനെ നമ്മുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.